ഹലോ, ഞാനും ഇച്ചുകുട്ടനും കൂടി ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സും ഇച്ചുകുട്ടനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം പോയത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. എവിടെ പോയാലും ഇച്ചുകുട്ടൻ ഈ പ്രതിമകളുടെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ. എന്നിട്ട് അവറ്റങ്ങളെ തൊട്ടും തഴുകിയും തലോടിയൊക്കെ നിൽക്കും കേട്ടോ. ഇതെന്താണ് അവന് തോന്നുന്നതെന്നറിയില്ല. ഇതെന്താ ജീവനില്ലാത്ത എന്തോ. അവൻ്റെ വിചാരം ആ കുട്ടികളൊക്കെ അവൻ്റെ അടുത്ത് വന്ന് കളിക്കുന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാൻസി മേടിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഇച്ചുകുട്ടന് പാൻറ്റ് നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ പാൻറ്റൊക്കെ തന്നെ ഇടുള്ളൂ, ട്രൗസറൊന്നും ആൾ ഇടാറില്ല കേട്ടോ. ട്രൗസർ വേണ്ട, പാൻറ്റ് മതി എന്നാണ് പറയുക. അങ്ങനെ പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫാൻസി മേടിക്കാൻ വേണ്ടിയിട്ട് ഇതാ വേറെ കടയ്ക്ക് പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി ഇത് അവനെടുത്തിട്ട് അത് കൂടെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആരത്തേക്കും പോവാറില്ല, പക്ഷെ ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചി അവനെ എടുത്ത് ഒരു വണ്ടിയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഗംഭീര കളിയായി കേട്ടോ. പിന്നെ എനിക്ക് പേടിയായി, എങ്ങാനും എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ തൊപ്പിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വേറൊരു കടയ്ക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈമും പപ്സൊക്കെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ലൈമും കുടിച്ചു, മിഠായി മേടിച്ചു ഇച്ചുകുട്ടന്, അങ്ങനെ പപ്സ് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ബസ് വരാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇച്ചുകുട്ടനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവനെന്തോ കിട്ടിയ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ലൈമൊക്കെ കൊടുത്തു. അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ ആൾക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോഴേക്കും പപ്സ് വന്നു, അതും കഴിച്ചു. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ അവന് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവിടെ എണീറ്റ് നിന്നിട്ടുള്ള ഡാൻസാണ് ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ